അൻവറിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പകുതി പിന്നിട്ടപ്പോൾ 10,000 കടന്ന ആ തരത്തിലുള്ള വോട്ട് അൻവർ നേടിക്കഴിഞ്ഞു. പക്ഷേ അപ്പോഴും അൻവറിന്റെ ഇപ്പോൾ അല്പസമയം മുമ്പ് അൻവറിന്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിന് ചില സ്വരം മാറ്റം നമുക്ക് പ്രകടമാണ്. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ താൻ UDF പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച വോട്ടുകൾ അത് UDF നിന്നുള്ള വോട്ടുകളല്ല ലഭിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു അവകാശവാദം തനിക്കില്ല. അതായത് LDF വോട്ടുകളാണ്, സ്വരാജിന് പോകേണ്ട വോട്ടുകളാണ് താൻ പിടിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിന് വ്യക്തമായ സൂചനയുണ്ട്. അതായത് ആ തരത്തിൽ ഒരു ഏറ്റുമുട്ടലിന്, അതിന്റെ വോട്ടിന്റെ കണക്ക് പറഞ്ഞൊരു ഏറ്റുമുട്ടലിന്, അഭിപ്രായ ഭിന്നതയ്ക്ക് താൻ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് അദ്ദേഹം അങ്ങനെ അത്തരം ഒരു ചർച്ചകൾക്ക്, UDFുമായുള്ള ഒരു ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു വെക്കുന്നത് താൻ ഏത് തരത്തിൽ എന്തും കീഴടങ്ങാൻ അല്ലെങ്കിൽ എന്തും സറണ്ടർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം UDFന്റെ വാതിലുകൾ അദ്ദേഹം വീണ്ടും തുറക്കാൻ ശ്രമിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിച്ച വോട്ടുകൾ, ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് UDF നേതൃത്വം തനിക്ക് ലഭിച്ച വോട്ടുകൾ കണ്ണ് തുറന്ന് കാണണമെന്ന് അദ്ദേഹം പറയുന്നത്. ഈ വോട്ടുകൾ വെച്ച് താൻ ഇനി UDFന്റെ വാതിലുകൾ തുറക്കാനുള്ള ശ്രമം അൻവർ നടത്തുന്നു എന്നാണ് അദ്ദേഹം ഈ UDFന്റെ വാതിൽക്കലേക്ക് അൻവർ എന്തും സറണ്ടർ ചെയ്യാമെന്ന് അൻവർ പറയുന്നു. 10ാം റൗണ്ടിന്റെ കണക്കൊന്ന് പറയാം. 10ാം റൗണ്ടിൽ UDF 954 വോട്ടിന്റെ ലീഡെടുത്തു. അതായത് 9ാം റൗണ്ടിൽ 207 വോട്ടിന് പിറകിപ്പോയതിന്റെ ക്ഷീണം 10ാം റൗണ്ടിൽ തീർത്തു. 10ാം റൗണ്ട് ചുങ്കത്തറയാണ്. ചുങ്കത്തറ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDFനെ കൈയയച്ച് സഹായിച്ചിരിക്കുന്നു. 10ാം റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്തിന് 4321 വോട്ട് കിട്ടിയപ്പോൾ സ്വരാജിന് 3367 വോട്ടേ കിട്ടിയുള്ളൂ. അതായത് ചുങ്കത്തറയിലും 984 വോട്ടിന്റെ നിർണായകമായ ലീഡ് ഷൗക്കത്ത് എടുത്തിരിക്കുന്നു. ഇനി പിറകോട്ട് പോവാൻ പറ്റില്ല എന്ന നിലയിലേക്ക് ഇതാ ഷൗക്കത്ത്. എല്ലാ പഞ്ചായത്തുകളിലും UDF ആണ്. ഇടയ്ക്ക് 9ാം റൗണ്ടിൽ മാത്രമാണ് M സ്വരാജ് 146 വോട്ടിന്റെ ലീഡ് എടുത്തത്. പക്ഷെ അപ്പോഴും പോത്തുകളിൽ UDF ആണ്. പോത്തുകളിൽ പഞ്ചായത്താകെ നോക്കുകയാണെങ്കിൽ UDF ആണ്. എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് എടുത്തുകൊണ്ടാണ് 39,000 വോട്ട് ഷൗക്കത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. PV അൻവറിന്റെ വോട്ട് നില കൂടി പറയാം. റൗണ്ട് 6ൽ 1123 വോട്ട്, റൗണ്ട് 7ൽ 1078 വോട്ട്, റൗണ്ട് 8ൽ 790 വോട്ട്. PV അൻവർ ഏറെക്കുറെ 1000-1000ന് മുകളിൽ 1000ന് തൊട്ട് താഴെ എന്ന നിലയിൽ തന്നെ വോട്ട് ഈ പഞ്ചായത്തുകൾ, ഈ റൗണ്ടുകളിൽ ലഭിക്കുന്നുണ്ട്. 19 റൗണ്ടാണല്ലോ. 19 റൗണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി 20,000 എന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച്, പാറ്റേൺ വെച്ച് നമുക്ക് കണക്കാക്കാം. 20,000 വോട്ടെങ്കിലും PV അൻവർ നേടും എന്നതാണ് ഇപ്പോഴത്തെ ഒരു നില. അങ്ങനെയുള്ള ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. 6ാം റൗണ്ടിൽ 1123, റൗണ്ട് 7ൽ 1078, റൗണ്ട് 8ൽ 790. റൗണ്ട് 8 നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ പോത്തുകൽ പഞ്ചായത്താണ്. അവിടെയാണ് അല്പം കുറഞ്ഞത്. ഇരിക്കുന്നുണ്ട്, മാധ്യമ പ്രവർത്തകരെ കാണാൻ വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരിക്കുന്നുണ്ട്. പറയുന്ന മുറയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും KPC ആസ്ഥാനത്ത് ഉടൻ എത്തുമെന്ന വിവരം കൂടി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അവരും ഹരി തിരുവനന്തപുരത്ത് നൽകുന്നുണ്ട്. VD സതീശൻ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കും. PV അൻവറിന്റെ പ്രതികരണം കാണുന്നു. അതിന് തൊട്ടു മുൻപാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണവും വന്നത്. ആരുടെ മുന്നിലും വാതിലടച്ചിട്ടില്ല എന്ന പ്രതികരണം. പിന്നീട് PV അൻവറിന്റെ പ്രതികരണം. സതീശൻ എന്തു പറയും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. PV അൻവറിനെ മുന്നണിയിൽ എടുക്കാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ആളെ, UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ച ആളെ, UDF സ്ഥാനാർത്ഥിക്കെതിരെ നിലപാട് സ്വീകരിച്ച ആളെ എങ്ങനെ മുന്നണിയുടെ ഭാഗമാക്കും, മിനിമം സ്ഥാനാർത്ഥിയെങ്കിലും അംഗീകരിക്കേണ്ടേ എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് വാതിലടച്ചത്. അപ്പോൾ തന്നെ വ്യത്യസ്തമായ ചില സ്വരങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എല്ലാം മാനേജ് ചെയ്യായിരുന്നു. ലീഗും കോൺഗ്രസും എല്ലാം മാനേജ് ചെയ്യുകയായിരുന്നു. അതിന് അൻവറിനൊരു മറുപടി ഉണ്ട്. 2026 എളുപ്പമാണ് എന്ന് ആരും കരുതേണ്ടെന്ന്. നോക്കൂ, നിലമ്പൂർ എന്ന UDF ക്യാരക്ടറുള്ള മണ്ഡലത്തിൽ രാവും പകലുമില്ലാതെ അത്യധ്വാനം, ഏറ്റവും പ്രായമുള്ള PK കുഞ്ഞാലിക്കുട്ടി മുതൽ ഇങ്ങോട്ടുള്ള ഓരോ പ്രവർത്തകനും അത്യധ്വാനം ചെയ്തിട്ടാണ് ഈ 6789 വോട്ടിന്റെ ലീഡുള്ളത്. അപ്പോൾ നിങ്ങളിത് ഈസിയാണ് എന്ന് കരുതി പോവണ്ട എന്ന് അൻവർ UDF നേതൃത്വത്തോട് പറയുന്നത് ചിലരുടെ കാര്യമല്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പോകണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ റെഡിയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നിലമ്പൂർ എന്ന് പറയുന്ന UDF സ്വഭാവമുള്ള മണ്ഡലം എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് നോക്കണം. അതായത് 140 മണ്ഡലങ്ങളിൽ മത്സരം വരുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു 3ാം ഊഴത്തിന് തൊട്ട് മുൻപ് നിൽക്കുന്നതാണ് എന്ന് ഓരോ അണികളെയും പറഞ്ഞ് ബോധിപ്പിച്ച്, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പണിയെടുപ്പിച്ചുണ്ടാക്കിയ ലീഡ് നിലയാണ് ഇത്. അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നില്ല എന്ന് അൻവർ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ 139 മണ്ഡലങ്ങളിലെയും പ്രവർത്തകരും നേതാക്കളും ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടാണ്. UDFനെ സംബന്ധിച്ച് 140 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ പണിയെടുക്കാൻ പറ്റില്ല. സംഘടനാ സംവിധാനമില്ല. അതുകൊണ്ട് കേക്ക് വാക്കായിട്ട് എടുക്കണ്ട, നിസ്സാരമായി കാണണ്ട, കാര്യങ്ങൾ ടഫാണ്. ഈ വോട്ട് നില അതിന്റെ സൂചനയാണ് എന്നാണ് അൻവർ പറയാതെ പറയുന്നത്.